ഇന്നലത്തെ മൂന്നാമത്തെ സിനിമയായിരുന്നു ബ്രൊമാൻസ്. അരുൺ ഡി ജോസ് ADJ പുള്ളി ഡയറക്റ്റ് ചെയ്ത പുള്ളിയുടെ മൂന്നാമത്തെ സിനിമയാണ് ബ്രൊമാൻസ്. ഇതിനു മുമ്പ് ജോ ആൻഡ് ജോ ആൻഡ് 18+ ഇത് രണ്ടിനും ചെയ്ത ഡയറക്ടറാണ് ADJ. അപ്പോൾ പുള്ളിയുടെ മൂന്നാമത്തെ സിനിമയാണ് ബ്രൊമാൻസ്. മാത്യു തോമസ്, അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, പിന്നെ നമ്മുടെ സംഗീത് പ്രതാപ്, അംബരീഷ്, ഷാജോൺ, ബിനു പപ്പു തുടങ്ങിയൊരു വലിയ കൂട്ടം ആൾക്കാർ തന്നെ പടത്തിലുണ്ട്. ഈ സിനിമ ആക്ച്വലി കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഈ ഹോളിവുഡിലെ ഹാങ് ഓവറിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഫീല് തരുന്ന, അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഒരു പടം. അതായത് ഇതിനു മുമ്പ് ADJ ചെയ്ത സിനിമകളെല്ലാം തന്നെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഒരു ഏരിയയിൽ, ഒരു ചെറിയ ഏരിയയിൽ നിൽക്കുന്ന ഒരു നാടൻ ഫ്ലേവറുള്ള ഒരു പടമായിരുന്നു, ഒരു നാടൻ സിനിമകളായിരുന്നു. അതായത് ഇപ്പം ജോ ആൻഡ് ജോ ആണെങ്കിലും 18+ ആണെങ്കിൽ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിൽക്കുന്ന പോലത്തെ ഒരു പടമായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു സിനിമാറ്റിക് ഒരു ലൈൻ, അതായത് നമ്മളീ പറഞ്ഞ ആ റിയാലിറ്റിയിൽ നിന്ന് കുറച്ചുകൂടെ ഒരു ഓവർ ദ ടോപ്പ് ഫിലിം എന്നുള്ള ലൈനിൽ എത്തിയൊരു സിനിമയാണ് ബ്രൊമാൻസ്. ബട്ട് സ്റ്റിൽ അത് നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ ഈ ക്യാരക്ടേഴ്സും അതിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കുറച്ച് റിലേറ്റബിൾ ആണ്. ബട്ട് അതിനകത്ത് നിന്നുകൊണ്ടൊരു പ്രോപ്പർ സിനിമാറ്റിക് ലൈനിൽ ഒരു പടം പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഇന്നലെ കണ്ട 3 സിനിമകളിൽ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ബ്രൊമാൻസ് ആയിരുന്നു. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഒരു നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ സിനിമ കാണുന്ന ഒരു ഫീൽ കുറേ കൂടെ മോർ ബെറ്ററായിട്ട് കിട്ടിയതുപോലെ എനിക്ക് തോന്നി ഈ സിനിമ കാണാൻ. അതിന് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ സംഗീത് പ്രതാപിൻ്റെ ഒരു പ്രസൻസാണ്. കാരണം നമ്മൾ ആ അമൽ ഡേവിസ് എന്നുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ പ്രേമലുവിൽ, അപ്പോൾ അതിനുശേഷം പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് കാണുമ്പം അറിയാം ഈ പുള്ളി കുറച്ച് സ്ഥലത്ത് നമ്മൾ ചിരിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ബോളിവുഡിലും ഹോളിവുഡിലൊക്കെ നമ്മൾ കാണുന്ന ഈ കോമഡി എന്താ പറയുക, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിൻ്റെ ഒരു കോമഡി ജേണി ബേസ് ചെയ്തിട്ടുള്ള സിനിമകളുടെ ഒരു ഫ്ലേവർ ഈ പടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക. സിനിമയിൽ എല്ലാവരുടെയും ഈ പറഞ്ഞ ഒരു പെർഫോമൻസ് ഒരല്പം ഓവർ ദ ടോപ്പാണ്, എല്ലാവരും ഒരല്പം ഓവർ ദ ടോപ്പാണ്. എനിക്ക് തോന്നുന്നു സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റിനടുത്ത് എത്തുമ്പോഴാണെന്ന് തോന്നുന്നു സംഗീതിൻ്റെ എൻട്രി. 15-20 മിനിറ്റിനുള്ളിൽ സംഗീതിൻ്റെ എൻട്രി ഉണ്ട്. അവിടെ നിന്ന് പിന്നെ എൻഡ് വരെയും പടത്തിൽ പുള്ളി വരുന്ന സീനിലെല്ലാം ഓരോ ചിരിക്കാനുള്ള എലമെൻറ്റ് ഉണ്ട്. അത് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ പെർഫോം ചെയ്ത എല്ലാവരും ആസ് യൂഷ്വൽ അവരുടെ റോൾ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിലും എനിക്ക് തോന്നുന്നു മാത്യു തോമസിൻ്റെ പെർഫോമൻസ് കുറച്ചധികം സ്റ്റാൻഡിലോട്ട് നിൽക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി യൂഷ്വലി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനൊക്കെ അപ്പുറത്തേക്ക് ഇത് കുറച്ചധികം ലൗഡാണ്. പുള്ളി അങ്ങനെ അധികം കൈകാര്യം ചെയ്യാത്തൊരു ലൈനില്ല. ഇത്രയും ലൗഡ്നെസ് എനിക്ക് തോന്നുന്നു തണ്ണീർമത്തനിൽ ഒരല്പം ലൗഡായിരുന്നു. ബട്ട് അത് കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഭയങ്കര എന്താ പറയുക ഒരു റിയലിസ്റ്റിക് ലൈൻ ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് കുറച്ചുകൂടെ ഓവർ ദ ടോപ്പാണ് ഈ ക്യാരക്ടർ. അപ്പോൾ ആ പുള്ളിയുടെ ക്യാരക്ടർ ഭയങ്കര ഈ മറ്റുള്ളവരെക്കാൾ ഭയങ്കര ലൗഡാണ്. അതായത് കുറച്ച് ഷോർട്ട് ടെമ്പേർഡാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് എന്നുള്ള ലൈനിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പടത്തിൽ പല സ്ഥലത്തും പുള്ളി ഭയങ്കര എന്താ പറയുക ദേഷ്യം വരുമ്പോൾ ആ ഒരു രീതിയിൽ പെർഫോം ചെയ്യുന്നിടത്ത് അത് ചിലയിടത്ത് നമുക്ക് കുറച്ച് കയ്യിൽ നിന്ന് പോകുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് തോന്നുമെങ്കിലും അത് കുറേ സ്ഥലത്ത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പുള്ളിയുടെ വാച്ചിൽ ഈ പ്രഷർ, അതായത് പുള്ളിക്ക് ദേഷ്യം വരുമ്പോൾ ഈ പ്രഷർ കൂടുന്നതിൻ്റെ ഒരു ഇത് സിമ്പിളൊക്കെ വരുന്നത്, അത് ആഡ് ചെയ്തിരിക്കുന്ന എലമെൻ്റൊക്കെ ഭയങ്കര രസമാണ്. ബിക്കോസ് ആ വാച്ചൊക്കെ പടത്തിൻ്റെ ഒരു പോയിന്റിൽ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, അങ്ങനെ കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ പടത്തിലുണ്ടായിരുന്നു. ത്രൂ ഔട്ട് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ. പിന്നെ അതുപോലെ പടത്തിൽ തേനീച്ച എന്നുള്ള എലമെൻറ്റ്, പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഒരു കരടി ഒരു കോട്ടിട്ട് നിൽക്കുന്നതും അതിൻ്റെ അകത്ത് ഇവരുടെ ഈ റൊമാൻസ് എന്നുള്ള ടൈലിൽ തന്നെ തേനീച്ചയുടെ ഒരു പ്രസൻസൊക്കെ നമുക്ക് കാണുമ്പം ഇതെന്താണ് സിനിമയിൽ ഇതെന്താണ് എന്ന് നമ്മൾ ചിന്തിക്കും. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പടത്തിൽ തേനീച്ചയുടെ റെഫറൻസ് ഇവർ പടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതും നല്ല രസമായിട്ട് അത് പടത്തിൽ വന്ന് ഒരു എൻ്റെ ഒരു പേ ഓഫും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് രസമുണ്ടായിരുന്നു. ഒരു ഫൺ പടം. എനിക്ക് തോന്നുന്നു ഈ 3 പടങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ ഒരു കൂട്ടം യങ്സ്റ്റേഴ്സിന് പോയിരുന്ന് കണ്ടാൽ കുറച്ചുകൂടി അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം ബ്രൊമാൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. കാര്യം അതിൻ്റെ കാരണം ഇതാണ്. അത് കുറച്ചധികം അതിനകത്ത് ഹ്യൂമർ ആണെങ്കിലും കുറച്ചധികം ഹ്യൂമർ നമുക്ക് വർക്കാവുന്നുണ്ട്. പിന്നെ ഈ സിനിമ ഒരു പരിധിക്കപ്പുറം ഓവറായിട്ട് പോകുന്നില്ല. അത് നമ്മൾ ഈ ഒരു പാറ്റേണുള്ള സിനിമകൾ നമ്മൾ കുറച്ച് ഇപ്പോൾ ഹോളിവുഡിലാണ് ബോളിവുഡിലൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കത് കുറച്ചുകൂടെ ഈസിയാണ്. അത് നമുക്ക് ഓക്കെ ഇതാണ് ഈ പടത്തിൻ്റെ മൂഡ്, ഇങ്ങനെയാണ് സിനിമ എന്നുള്ളത് ട്രെയിലറൊക്കെ കണ്ടാൽ യൂഷ്വലി നമുക്കത് കിട്ടും, ഇതാണ് ഐഡിയ എന്നുള്ളത്. അത് കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ തന്നെ അവരത് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. യൂഷ്വലി ഗോവിന്ദ് വസന്തയുടെ ഒരു എന്താ പറയുക പാറ്റേണുള്ള ഒരു ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കാണിതെന്ന് നമുക്ക് ഭയങ്കര എവിഡൻ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിലല്ല ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ മ്യൂസിക് ഗോവിന്ദ് വസന്ത എന്ന് എഴുതി കണ്ടിച്ചു ഞാൻ അതിൽ പുള്ളി യൂഷ്വലി പിടിക്കാത്ത ലൈൻ ഓഫ് ഒരു പടമാണിത്. ബട്ട് ഇത് അതിനകത്ത് ഉള്ളത് വളരെ വൃത്തിയായിട്ടൊരു ചെയ്തിട്ടുണ്ട്. ഗോവിന്ദ് വസന്തയുടെ മറ്റ് പാട്ടുകൾ പോലെ ഒരുപാട് നമ്മൾ എന്താ പറയുക റിപ്പീറ്റായിട്ട് കേൾക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സോങ്സ് അല്ല പടത്തിലെങ്കിൽ പോലും
എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അത് കൂടാതെ കുറച്ച് അവസാനത്തേക്ക് എത്തുമ്പോൾ ഈ ഒരുപാട് റെഫറൻസ് മ്യൂസിക്കുകൾ, അതായത് നമ്മൾ ഈ പറഞ്ഞ പടത്തിൽ വന്നിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇവർ പടത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ചിലർക്ക് വർക്കാവും, ചിലർക്ക് വർക്കാവില്ല. എനിക്ക് പേഴ്സണലി അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു എന്താ പറയുക, അതേ ലൈൻ നമ്മുടെ പൈങ്കിളിലുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഒരു അത് അവരുദ്ദേശിക്കുന്നത് ഒരു ഫൺ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ബട്ട് എന്നാലും ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഈ പടത്തിൻ്റെ ടോണോട് ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് വലിയ തെറ്റില്ലാതെ അത് പോകുന്നുണ്ട്. ആഷിഖ് ഉസ്മാനാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ അവരൊട്ടും എന്താ പറയുക കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് നല്ല വൃത്തിയായിട്ടൊരു സിനിമയാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്ന അനിൽ ജോർജാണ്. അത് കുറച്ച് നല്ല വൃത്തിയായിട്ട് പുള്ളി അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓവറോൾ ഒരു എൻ്റർടൈനർ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇതിപ്പം ഇങ്ങനെ ഒരു യങ്സ്റ്റേഴ്സ് എന്നല്ല, ഫാമിലിക്ക് ആർക്കും ഒരു പോപ്കോൺ എൻ്റർടൈനർ ലൈൻ ഓഫ് ഒരു പടമാണ്. ജസ്റ്റ് നമ്മൾ പോയിരിക്കുക, ഒരു 2 മണിക്കൂർ നമ്മൾ ജസ്റ്റ് ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിരിച്ച് കണ്ടിറങ്ങി വരാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു കൊച്ചു പടമാണ് ബ്രൊമാൻസ്. ഭയങ്കരമായിട്ട് നിങ്ങൾ ചിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കും. എനിക്ക് കുറച്ചധികം, ഞാൻ പലയിടത്തും കുറച്ചധികം എൻജോയ് ചെയ്തിരുന്നു സിനിമ. ചില സ്ഥലത്ത് പിന്നെ ഈ സിനിമയ്ക്ക് എനിക്ക് ഡ്രോബാക്കായിട്ട് അങ്ങനെ തോന്നിയത്, ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രെഡിക്റ്റബിളാണ്. നമുക്കിത് ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര നമ്മളിത് എൻഗേജ് ചെയ്യിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറവായിരിക്കും. പക്ഷേ ഇത് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. നമ്മളിത് എൻഗേജ് ചെയ്യിച്ചില്ലെങ്കിൽ നമ്മളിത് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കൃത്യമായ ഇടവേളകളിൽ അവർ ഓരോ ഹ്യൂമർ, ഒരു ജോക്സ് ക്രാക്ക് ചെയ്ത് അങ്ങനെ നമ്മളെ ഇത് പടത്തിൽ ഇങ്ങനെ ഇന്നാക്കി നിർത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് കുറച്ച് രസമായിട്ട് ഫീൽ ചെയ്യും. സോ ഇതാണ് ബ്രൊമാൻസിനെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ 3 പടങ്ങളിൽ മറ്റ് പടങ്ങളിലായിരിക്കും, ഏതെങ്കിലും സിനിമകളായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്നുള്ളത് ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ആക്ച്വലി എനിക്ക് ഈ പടം ഇന്നലെ കണ്ട 3 പടങ്ങളിൽ എനിക്ക് ബെറ്റർ എന്ന് തോന്നിയ സിനിമ ഇതാണ്. ബെസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്, ബെറ്റർ ഫിലിമായിരുന്നു. ഇപ്പോഴും ഇനി എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരുണ്ട് തിയേറ്ററിൽ, നല്ലൊരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ് ബ്രൊമാൻസ്.